ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി പോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി നോ ബേക്ക് മാംഗോ ചീസ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ മാമ്പഴക്കാലം കഴിയുന്നതിന് മുമ്പ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് 1/4 കപ്പ് ബദാമും 1/4 കപ്പ് കശുവണ്ടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമുക്ക് ഏകദേശം പാകമായി വരുമ്പോൾ അവൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അവലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഇളക്കി പാകമായി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ചൂടാറാനായി മാറ്റി വയ്ക്കാം. ഇനി 1 ലിറ്റർ പാല് അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ തിള വരുന്നതിന് മുമ്പായിട്ട് നമുക്കതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 5-6 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ പിരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം കുറച്ച് നേരം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ക്രീം ചീസ് അല്ലെങ്കിൽ പനീർ വീട്ടിലുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രോസസ്സ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിതിനെ ഒരു അരിപ്പയിലേക്ക് മാറ്റി അരിച്ചെടുക്കാം. കയ്യിലത്തെ വെള്ളമൊക്കെ മാറ്റി നന്നായി പിഴിഞ്ഞ് അതിൻ്റെ മീതെ ഒരു വെയിറ്റൊക്കെ കയറ്റി വെച്ച് വെള്ളം വാർന്നു പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്കത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ അവലും നട്ട്സും റോസ്റ്റ് ചെയ്ത് വെച്ചത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കതിനെ ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കുരു കളഞ്ഞ ഡേറ്റ്സ് 5-6 മധുരത്തിന് ആവശ്യമായ ഡേറ്റ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ടാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ബേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ബേസിന് പകരം നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ച് നെയ്യും ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി അവലിന് പകരം നമുക്ക് ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഈ കൂട്ടിനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി പരത്തി പ്രസ് ചെയ്ത് കൊടുക്കാം. കേക്ക് ടിന് വേണമെങ്കിൽ നമുക്കിതിന് ഉപയോഗിക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. ഇതിൽ നമ്മൾ ക്രീമിന് പകരം തൈരാണ് ഉപയോഗിക്കുന്നത്. തൈര് അല്ലെങ്കിൽ യോഗട്ട്, അതിലത്തെ വെള്ളമെല്ലാം കളഞ്ഞ് ഹങ് കേർഡ് എന്ന് പറയും, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് തൈരിട്ട് കൊടുക്കാം. അതിലത്തെ വെള്ളമെല്ലാം വാർന്നു പോകാനായിട്ട് നമ്മൾ നേരത്തെ പാല് ചെയ്ത പോലെ തന്നെ ഇതും അങ്ങനെ ചെയ്ത് വയ്ക്കാം. തൈരായാലും ഇതിനകത്ത് നല്ലവണ്ണം വെള്ളമുണ്ട്. അപ്പം നമുക്കിതെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒരു വെയിറ്റൊക്കെ മുകളിൽ കയറ്റി വെച്ച് കുറച്ച് നേരം വെള്ളം വാർന്നു പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ പാല് ചെയ്ത സമയത്ത് തന്നെ ഇതും ഒരുമിച്ച് ചെയ്ത് രണ്ടും വേഗം റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഹങ് കേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളിത് വെച്ചിട്ട് കുറേ നേരമായി, അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഹങ് കേർഡിന് പകരം ക്രീം വേണ്ടവർക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മളിവിടെ മാക്സിമം ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ തൈര് ഗട്ട് ഫ്രണ്ട്ലി ആണല്ലോ. ഇനി നമ്മൾ പാല് റെഡിയാക്കാൻ വെച്ചത് തുറന്നു നോക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2-3 മാങ്ങ, മീഡിയം വലുപ്പമാണെങ്കിൽ 3 മാങ്ങ എടുത്ത് ചെറുതായി അരിഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ പനീർ, ഹങ് കേർഡ്, മാംഗോ പൾപ്പ് എല്ലാം ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ലെയറിനുള്ള മിക്സ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് മാംഗോ പൾപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ നല്ല ഹാർഡായിട്ടിരിക്കുന്നുണ്ട്. നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ക്രീം ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഹങ് കേർഡ് ചേർത്ത് കൊടുക്കാം. ഹങ് കേർഡ് നല്ല സോഫ്റ്റാണ് കണ്ടോ. നമുക്ക് ക്രീമിന് പകരം നമ്മളിതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടി നമ്മൾ തേനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് 3 ടേബിൾ സ്പൂൺ തേൻ ഇവിടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ മധുരം വേണ്ടവർക്ക് 1-2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി തേനില്ലാത്തവർക്ക് കണ്ടൻസ് മിൽക്ക് ആയാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാം. നന്നായി ലെവൽ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് തേർഡ് ലെയർ മാംഗോ പൾപ്പ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. ഈ മാംഗോ പൾപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് വറ്റിച്ചെടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് മാംഗോ പൾപ്പ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി മുകളിൽ കുറച്ച് കട്ട് മാംഗോസ് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് പംകിൻ സീഡ് കൂടെ ഇടുന്നുണ്ട്. വേറെ ഏതെങ്കിലും നട്ട്സ് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. പിസ്തായോ ക്രഷ്ഡ് വാൽനട്ടോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മാംഗോ ചീസ് കേക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 6 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി മാംഗോ ചീസ് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇത് നോ ബേക്കാണ്, നോ ഷുഗറാണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്, നോ ക്രീം, നോ ജെലാറ്റിൻ. ഇത്രയും ഹെൽത്തിയായ ഒരു ചീസ് കേക്ക് നിങ്ങളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.